ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഓണം വ്ളോഗാട്ടോ. അപ്പം അതിനു മുമ്പ് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഓണം നല്ലപോലെ അടിച്ചു പൊളിച്ചു എന്ന് കരുതുന്നു. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ അടിച്ചു പൊളിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പരിപാടി അത്തപ്പൂവിലോട്ടുള്ള പരിപാടിയാണ്. രാവിലെ 5 മണിക്ക് തുടങ്ങിയ പരിപാടി തീർന്നത് ഏകദേശം 8 മണി 7:30 ആ സമയത്തോടെയാണ് തീർന്നത്. അപ്പോൾ നമ്മൾ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ രാത്രി തന്നെ സെറ്റാക്കി വെച്ചായിരുന്നു. പിന്നെ നമ്മൾ പൂവൊന്നും നമ്മൾ റെഡിയാക്കിയില്ലായിരുന്നു. ആകെ നമ്മൾ വാടാമല്ലി മാത്രമേ സെറ്റാക്കിയുള്ളായിരുന്നു. അത് നിങ്ങൾ ഉത്രാടത്തിൻ്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഏകദേശം നമ്മുടെ പൂക്കളത്തിൻ്റെ പരിപാടി ഏകദേശം തീരാറായിട്ടോ. അപ്പം ഇതിൽ ചെറിയൊരു വ്ളോഗാണ്. നിങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം വ്ളോഗ് എടുക്കാനുള്ള മറന്നു പോകും. കാരണം നമ്മൾ ആദ്യമായിട്ടല്ലേ ഇത് ഓണത്തിൻ്റെ വ്ളോഗൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ എടുക്കും ചില സമയത്ത് നമ്മൾ മറന്നു പോകും. തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മറന്നു പോകും. അതാണ് ഏറ്റവും വലിയ പറ്റുന്ന കാര്യം. എന്നാലും ഇനിയുള്ള വ്ളോഗുകളൊക്കെ മാക്സിമം ഞാൻ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ അത്തപ്പൂക്കളും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയായി കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അത്തപ്പൂ സെറ്റാക്കി അത്തപ്പൂവിൻ്റെ ഫ്രണ്ടിലിരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് സെറ്റായിട്ടോ. ഇനി നമുക്ക് രാവിലത്തെ കുറച്ച് വിഭവങ്ങളും കാര്യങ്ങളൊക്കെ അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ക്യാബേജും അതുപോലെ ക്യാരറ്റും തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാറും ചപ്പാത്തിയും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും സെറ്റായി. പിന്നെ നമ്മുടെ അവിയലും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ എലിശ്ശേരിക്ക് കടുക് തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുമ്പളങ്ങ എലിശ്ശേരി എങ്ങാണ്ടായിരുന്നു. കുമ്പളങ്ങ എലിശ്ശേരി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ഓണം ഫോട്ടോഷൂട്ടിനൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ പായസം ഏകദേശം നമ്മുടെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുക. പായസത്തിൽ ഏകദേശം സെറ്റായിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നമ്മുടെ ഓണസദ്യ കഴിക്കാൻ സമയമായി. അപ്പോൾ നമ്മൾ ഓണത്തപ്പന് ആദ്യം കൊടുക്കണമല്ലോ. അതേ ഓണത്തപ്പനൊക്കെ നമ്മൾ സെറ്റാക്കി എല്ലാം കൊടുത്തു. അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഈ സദ്യയുടെ ഓരോ സദ്യയിൽ എന്തൊക്കെ ഉണ്ടായിരുന്ന ഐറ്റംസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പോയി അത് കാണാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ വിശദീകരിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല ഓരോന്നും നമ്മൾ ചോറും കറികളും എല്ലാം വിളമ്പി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് കഴിച്ചിട്ട് പായസമൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് നേരം വിശ്രമിക്കും. കാരണം അതാണല്ലോ നമുക്ക് സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു ഉറക്കം അത് നിർബന്ധമാണ്. ഇനിയൊരു ഉറക്കം അത് നിർബന്ധം. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ട് സാധനം പറഞ്ഞാൽ ഉറങ്ങിയിട്ടോ. പിന്നെ സാധനമേ ഞാൻ ഓർത്തില്ല. നോർമൽ പോലെ തന്നെ ഇനി പയ്യെ നമുക്ക് ഇമ്പ്രൂവ് ആയിട്ട് വരാം. നമുക്ക് വീഡിയോസ് എടുക്കുന്ന ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണെന്ന് എനിക്കറിയാം. കാരണം കട്ട് ചെയ്ത് കളഞ്ഞാൽ പോലും ഇട്ടാലും പിന്നെയും വീഡിയോക്ക് ലെങ്ത്ത് കുറവാണ്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക കേട്ടോ. ഇനിയുടെ പോകെ നമ്മൾ സെറ്റാക്കി എടുക്കും. ഫൈനൽ നമ്മുടെ സദ്യയുടെ ഫൈനൽ നമ്മുടെ പായസവും പഴവും പപ്പടവും കൂടി കൂട്ടൊരു പിടുത്തം പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ.